ഇയാൾ എന്താ പറഞ്ഞത്? നിരഞ്ജൻ ഒന്നുകൂടി ചോദ്യം ആവർത്തിച്ചു. എന്നിട്ട് അയാൾ കാറ് സൈഡ് ചേർത്ത് ഒതുക്കി നിർത്തി. കൃഷ്ണപ്രിയ എന്താ പറഞ്ഞു വരുന്നത്? നിരഞ്ജൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ആണ് ചോദിക്കുന്നത്. ഏട്ടൻ തിരിച്ചു പട്ടാമ്പിയിലേക്ക് മടങ്ങുമ്പോൾ കൂടെ ഈ പ്രിയ ഉണ്ടാവില്ല. ഏട്ടനും ഏട്ടനെ മാത്രം സ്നേഹിച്ചു കഴിയുന്ന ആ പെൺകുട്ടിക്കും ഇടയിൽ ഈ പ്രിയ ഒരു തടസ്സമാകില്ല. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നിരഞ്ജൻ അവളെ തന്നെ സാബുതം നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇയാൾ തൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ എന്ത് മറുപടി പറയും? അവർ ചോദിക്കില്ലേ എന്താ എൻ്റെ കൂടെ പോരാത്തതെന്ന്? അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ സാവധാനത്തിൽ പറഞ്ഞോളാം. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അച്ഛന് കഴിയും. തൻ്റെ നാട്ടിൽ ഉള്ള ആളുകളോ? അവരൊക്കെ എന്ത് കരുതും? നിരഞ്ജൻ വീണ്ടും ചോദിച്ചു. ആളുകൾ എന്താച്ചാ കരുതട്ടെ, ആ വിഷയം അവർക്ക് തന്നെ വിടാം. ബഹുജനം പലവിധം എന്നല്ലേ? അതോ അവർ പറയട്ടെ, ഒക്കെ ഞാൻ കേട്ടോളാം, അവൾ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഉള്ളവരോടോ? തന്നെ ഇത്രയും ദിവസം സ്വന്തം മകളായി സ്നേഹിച്ച എൻ്റെ വീട്ടുകാരോടെന്ത് പറയണം ഞാൻ? നിരഞ്ജൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നോട് കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം ഒഴിവായി പോയെന്ന് പറഞ്ഞാൽ മതി. അരുന്ധതി അമ്മയും എന്നെ ചതിച്ചില്ലേ? എന്നോട് എല്ലാം മറച്ചു വെച്ചില്ലേ? അതുകൊണ്ട് എനിക്കിനി ആരെയും കാണണ്ട. ഞാൻ ഇനി മടങ്ങി വരില്ലെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം ആകുകയും ചെയ്യും, പ്രിയ പറഞ്ഞു. ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി ഇയാൾ നേരത്തെ തന്നെ പറയാൻ പഠിച്ചു വെച്ചിരുന്നു അല്ലേ? ഇത്രമാത്രം കൃത്യമായിട്ട് പറയണമെങ്കിൽ? നിരഞ്ജൻ്റെ ചോദ്യത്തിന് പക്ഷെ അവൾ ഒന്നും മറുത്തൊന്നും പറഞ്ഞില്ല. ഉള്ളം തകർന്നു പൊട്ടുകയാണ്. എങ്കിലും അവൾ അനങ്ങാതെ ഇരുന്നു. താൻ അമ്മ തന്നെ സ്വർണം മേടിക്കാത്തതിൻ്റെ കാരണം ഇതായിരുന്നു അല്ലേ? കുറേയേറെ അവർ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും താൻ അത് സ്വീകരിക്കാത്തതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. നിരഞ്ജൻ അവളോട് പറഞ്ഞു. അതെ, അർഹപ്പെടാത്തതൊന്നും ഈ പ്രിയ സ്വന്തമാക്കിയിട്ടില്ല ഇന്നോളം. അരുന്ധതി അമ്മയുടെ ഒരു സ്വർണവും എനിക്ക് വേണ്ട. എൻ്റെ അച്ഛൻ തന്നത് മാത്രം മതി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആമാടപ്പെട്ടി അമ്മക്ക് തന്നെ തിരിച്ചു കൊടുത്തത്. ഞാൻ കൊണ്ടുവരാത്തതൊന്നും എനിക്ക് വേണ്ട. അവൾ അല്പം കടുപ്പിച്ച് തന്നെയാണ് അവനോട് പറഞ്ഞത്. താൻ കൊണ്ടുവരാത്തതൊന്നും താൻ തിരിച്ചു കൊണ്ടുപോകുന്നതിൽ പിന്നെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഹൃദയത്തോട് ഒട്ടിക്കിടന്ന താലിമാല കയ്യിലെടുത്ത് പിടിച്ചു. ഇത് താൻ എടുത്തോട്ടെ? മാലയിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് പ്രിയ പെട്ടെന്ന് പകച്ചുപോയി. ഇത് എനിക്ക് തരൂ പ്രിയ, എന്നിട്ട് ആവാൻ ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് ഊരിമാറ്റുവാൻ ശ്രമിച്ചു. അരുതേ, അത് മാത്രം എടുക്കരുതേ എന്നവ പറഞ്ഞു അവൾ. അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. നിരഞ്ജൻ അതിപ്പോൾ പൊട്ടിക്കും എന്ന മട്ടിലാണ് ഇരിക്കുന്നത്. എന്തിനാ തനിക്ക് പിന്നെ ഈ താലി? പറയൂ കൃഷ്ണപ്രിയ, നമ്മൾക്ക് രണ്ടാൾക്കും അതല്ലേ നല്ലത്? എന്നെക്കുറിച്ചുള്ള ഓർമ്മകളും തനിക്ക് ഇനി വേണ്ട. എനിക്ക് അതും ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ താലി അങ്ങോട്ട് വേണം. നിരഞ്ജൻ ആണെങ്കിൽ രണ്ടിലൊന്ന് തീരുമാനിച്ച മട്ടിലാണ്. ഇത് തിരിച്ച് എനിക്ക് തന്ന ശേഷം മാത്രം ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കൂ. ഞാൻ തരാം, പക്ഷേ ഇപ്പോൾ എടുക്കരുത് എന്നവൾ യാചിച്ചു. ഓക്കെ, എങ്കിൽ മടങ്ങുമ്പോൾ ഞാൻ ഈ മാല എനിക്ക് തരണം. ഇത് തന്നതിന് ശേഷം ഞാൻ തിരികെ പോകുകയുള്ളൂ. സമ്മതിച്ചോ താൻ? ഒടുവിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയ ശേഷമാണ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. നിറഞ്ഞു വന്ന കണ്ണുനീർ നിരഞ്ജനെ കാണാതവൾ മെല്ലെ ഒപ്പി. ഇടയ്ക്കൊക്കെ നിരഞ്ജൻ ഫോൺ വന്നപ്പോൾ അവൻ ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏതൊക്കെയോ ഭാഷകൾ. പ്രിയക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഏട്ടാ, വണ്ടി നിർത്തിയിട്ട് സംസാരിക്കൂ. ഇങ്ങനെ ഫോണും വിളിച്ചുകൊണ്ട് ഡ്രൈവ് ചെല്ലല്ലേ, വല്ലാണ്ട് പേടിയാകുന്നു, അവൾ പറഞ്ഞപ്പോൾ നിരഞ്ജൻ പതിയെ വണ്ടി നിർത്തി. ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോകും. ഏറിയാൽ 5 മണിക്കൂർ. അതുവരെയുള്ളൂ താനും ഞാനും ആയിട്ടുള്ള ബന്ധം. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഓക്കെ, ദേഷ്യത്തിൽ പ്രിയയെ നോക്കി പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ വണ്ടി മുന്നോട്ടെടുത്തു. കേവലം 5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പ്രിയ വീണ്ടും പഴയതുപോലെ ആകും. കൃഷ്ണപ്രിയ അങ്ങനെ ഏകയാവുകയാണ്. അല്ലെങ്കിലും താൻ എന്നും തനിച്ചായിരുന്നു. ജന്മം തന്ന മാതാപിതാക്കളെ കാലം അതിൽ ഒഴുക്കൽപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഈയുള്ളവൾ മാത്രം തനിച്ചായി. ആരോടും പരാതിയും പരിഭവവും ഒന്നും പങ്കുവെക്കാൻ ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞു. എന്തായാലും വിവാഹം തീരുമാനിച്ച കുറച്ച് ദിവസങ്ങളിൽ താൻ ഒരുപാട് സന്തോഷിച്ചു. ഒരു യുഗം മുഴുവൻ ഓർത്തിരിക്കാനുള്ള ദൈവം തനിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. അത് മതി. പിന്നെ മീരയുടെ അടുത്തേക്ക് തന്നെ വീണ്ടും. കിരണിൻ്റെ വൃത്തികെട്ട സ്വഭാവം, അതൊക്കെ ഓർക്കുമ്പോൾ തൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെടും പോലെ. ഇനിയും കിരണിൻ്റെ ശല്യം ഉണ്ടാവരുത് എൻ്റെ ഗുരുവായൂരപ്പ എന്നവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൃഷ്ണപ്രിയയുടെ നാട്ടിൽ എത്തിയപ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ദേവൻ അങ്ങ് വഴിയരികിൽ കാത്തു നിൽക്കുന്നത് അവൾ കണ്ടു. യോ, ദേ ചെറിയച്ഛൻ നിൽക്കുന്നു. പാവം, എത്ര നേരമായി ഇൽപ്പ് തുടങ്ങിയിട്ട്. അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിളിച്ചു പോയി. ചെറിയച്ഛൻ എന്നാണോ ഇയാൾ അച്ഛനെ വിളിക്കുന്നതെന്ന് അവൻ ഓർത്തു. ഇടക്ക് എല്ലാം ചെറിയച്ഛൻ എന്ന് പറയുന്നു. കാർ വന്ന് ദേവൻ്റെ അരികിലായി വന്നു നിന്നു. അപ്പോഴാണ് അവൾ കണ്ടത് കൂടെ നാണിയമ്മൂമ്മയും ഉണ്ടെന്ന്. അമ്മൂമ്മേ, ഈശ്വര, എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. വണ്ടിയിൽ നിന്നും അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. വന്നോ എൻ്റെ ചുന്തിരിക്കുട്ടി? മോളെ കാണാണ്ട് വിഷമിച്ചു പോയി വല്യമ്മ. ഇന്ന് വരും എന്ന് പറഞ്ഞ് ദേവൻ ഇവിടെ നിൽപ്പുറപ്പിച്ചിട്ട് മറുകൂടെ എത്രയായെന്ന് അറിയുമോ മോൾക്ക്? അവർ പറയുന്നത് കേട്ട് നിരഞ്ജൻ നിൽക്കുകയാണ്. ഏട്ടാ, അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മൂമ്മയാ കേട്ടോ, അവൾ പരിചയപ്പെടുത്തി. അവൻ ഒന്ന് മന്ദഹസിച്ചു.
മോനെ, കാർ നമ്മുടെ വീട്ടിലേക്ക് വരില്ല. ദാ എവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക് കേട്ടോ. ദേവൻ അവനുമായിട്ട് കേശവൻ കണിയാൻ്റെ വീട്ടിൽ പോയി. കാർ അവിടെ ഒതുക്കിയിട്ട് അവർ തിരിച്ചു വന്നു. മോളെ, നിരഞ്ജൻ മോൻ ഇന്ന് പോകുകയാണെന്ന് പറയുന്നു. ഇതെന്താ ഇത്ര ധൃതി? അവിടെ ആര്യയും ഹേമയും എല്ലാവരും കാത്തിരിക്കുക. രണ്ടാൾക്കും നാളെ മടങ്ങാൻ എന്തേ ദേവൻ പറയുന്നത്? അറിയാതെ അവളുടെ താലിമാലയിൽ പിടിച്ചത് നിരഞ്ജൻ കണ്ടു. പാടവരമ്പത്തൂടെ നടക്കാൻ നിരഞ്ജൻ കുറച്ച് ബുദ്ധിമുട്ടി. മോളെ മോൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോ. കുട്ടിക്ക് ഇതൊന്നും വശമില്ല കേട്ടോ. നാണിയമ്മൂമ്മ ചിരിച്ചു. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് നിരഞ്ജൻ ആടി മുന്നോട്ട് നടന്നു. പക്ഷെ പ്രിയ അവൻ്റെ കയ്യിൽ പിടിച്ചു. മീരയും മക്കളും കാണാൻ വേണ്ടി ആണ് അവൾ അങ്ങനെ ചെയ്തത്. അവളുടെ കൈകളുടെ പിടുത്തം ഇടക്ക് അയഞ്ഞു വന്നു. പകരം അവൻ്റെ കൈകൾ മുറുകി വന്നു. ഇപ്പോൾ തോന്നും പ്രിയ ആദ്യമായിട്ടാണ് വരുന്നത് ഈ വരമ്പിൽ കൂടെ എന്ന്. നാണിയമ്മൂമ്മ ഉള്ളതുകൊണ്ട് അവർ പതിയെ ആണ് നടക്കുന്നത്. ദേവന് മുൻപിൽ വട്ടം കാണിച്ചു പോകുന്നുണ്ട്. പ്രിയ ഫോൺ ടോർച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. തണുത്ത കാറ്റിൽ അവളുടെ മുഴകൾ പാടിപ്പറഞ്ഞു. നിരഞ്ജന്റെ ശ്വാസം അവളുടെ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴും അവൻ്റെ കൈ വിരലുകൾ പ്രിയയുടെ വിരൽ കോർത്തു പിണിച്ചായിരുന്നു. കൈകളിൽ ഉണ്ടായിരുന്നു. ഹാവു, വന്നോ എൻ്റെ മക്കൾ, എത്ര നേരമായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഓടി വന്ന മീര. യാത്ര ഒക്കെ സുഖമായിരുന്ന മോനെ? അവൾ വാത്സല്യത്തോടെ നിരഞ്ജനെ നോക്കി. സുഖം അമ്മേ, അവൻ മറുപടി കൊടുത്തു. ആര്യ ചേച്ചിയും ഹേമ ചേച്ചിയും എപ്പോൾ എത്തി? പ്രിയ അവരുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ഒച്ച കേട്ട നന്ദിനി കൂട്ടിൽ നിന്ന് കരഞ്ഞു. വരുന്നേടി എന്നും പറഞ്ഞു പ്രിയ തൊഴുത്തിലേക്ക് പോയി. അവറ്റകളുടെ സ്നേഹം കണ്ടോ ദേവ? കല്യാണത്തലേന്ന് വരെയും അതിനെയൊക്കെ നോക്കി പരിപാലിച്ചത് മോൾ അല്ലേ? ആ നന്ദി ഉണ്ട് ആ പയ്യന്. നാണിയമ്മയുടെ വർത്താനം മീരക്ക് കുറച്ചിലായിപ്പോയി. നിരഞ്ജന്റെ കേൾക്കലാണ് അവർ അത് പറഞ്ഞത്. പ്രിയ, നീ വന്ന് മോനെ കൂട്ടിക്കൊണ്ടുപോയേ. അവിടെ എന്തെടുക്കുക? മീര വിളിച്ചപ്പോൾ പ്രിയ ഓടിയെത്തി. അവർക്ക് രണ്ടാൾക്കും കൂടി മീര നല്ലൊരു മുറി ഒരുക്കിയിരുന്നു. ഏട്ടൻ റെസ്റ്റ് എടുക്ക്, ഇനി നാളെ അങ്ങോട്ട് മടങ്ങാം. ഒരുപാട് യാത്ര ചെയ്തതല്ലേ, മടുത്തു കാണും. അവൾ നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും അവന് പോകാൻ മനസ്സിലായിരുന്നു. ഈ നാട് വല്ലാതെ ആകർഷിക്കുന്നു എന്ന് അവന് ഓർത്തു. ഏതോ ഈ നാട്ടിൻപുറത്തുകാരിയോ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അവൻ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു. കിരൺ ഇടക്ക് നിരഞ്ജനോട് സംസാരിക്കാൻ അടുത്തു വന്നിരുന്നു. പ്രിയ അവിടെ കണ്ടതും കിരൺ അവളെ അടിമുടി നോക്കുകയാണ്. നിരഞ്ജനാണെങ്കിൽ അവൻ്റെ നോട്ടം അത്രക്കങ്ങ് പിടിച്ചിട്ടില്ല. ഇടക്കെല്ലാം അവൻ്റെ കണ്ണുകൾ അവളെ തഴുകി തലോടുന്നു. എനിക്കൊന്ന് കിടക്കണമായിരുന്നു, അവൻ പറഞ്ഞപ്പോൾ കിരൺ ഇറങ്ങിപ്പോയി. അത്താഴം കഴിഞ്ഞു. എല്ലാവരും നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞ് ഉമ്മറത്തിരിക്കുകയാണ്. പ്രിയയെ മാത്രം അവിടെ ഒന്നും കണ്ടില്ല. നിരഞ്ജൻ കുറേ നേരമായി അവളെ കണ്ണുകൊണ്ട് തിരയുകയാണ്. പക്ഷെ ആളിതെവിടെ പോയി എന്ന് അവന് മനസ്സിലായില്ല. എന്നാലേ മോൻ ഇനി പോയി ഉറങ്ങിക്കോ, ക്ഷീണം കാണില്ലേ എന്ന് പറഞ്ഞ് ദേവൻ അവനെ ഉറങ്ങാൻ പറഞ്ഞു വിട്ടു. മുറിയിലേക്ക് പോയ നിരഞ്ജൻ പെട്ടെന്നാണ് ചായപ്പിൽ നിൽക്കുന്ന പ്രിയയെ കണ്ടത്. പതിയവൻ അങ്ങോട്ട് പോയി. ഇടുങ്ങിയൊരു മുറിയാണത്. അവിടെ നിറയെ പ്രിയയുടെ തുണികളും ട്രോഫികളും ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. അതൊക്കെ അടുക്കി വെക്കുകയാണ് അവൾ. ഇതെന്തിനാ ഈ റൂം ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എന്ന അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഒന്ന് തല ഉയർത്തി നോക്കി. ഇതായിരുന്നു ഏട്ട എൻ്റെ മുറി, അവൾ പറഞ്ഞു. നിരഞ്ജന അത്ഭുതം തോന്നി. ഇത്രയും വലിയ വീട്ടിൽ ഇത്രമാത്രം മുറികൾ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഈ ഇടുങ്ങിയ മുറിയിലാണ് ഇവൾ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് തങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയ മുറിയോ? അവളോട് ചോദിക്കാൻ മുമ്പ് ദേവൻ അവിടേക്ക് വന്നു. പോയി കിടക്കു പ്രിയ മോളെ. നിരഞ്ജനമോൻ ആകെ മടുത്തു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോയി. പ്രിയ സാധാരണ പോലെ തന്നെ അന്നും നിലത്തായിരുന്നു കിടന്നത്. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി. നാണിയമ്മയും ഉണ്ടായിരുന്നു കൂടെ. നടക്കാൻ ഉള്ള ദൂരം ഉള്ളു ഏട്ടാ, വണ്ടി എടുക്കണോ? പടിപ്പുര കടന്നതും അവൾ ചോദിച്ചു. വേണ്ടടോ, നമ്മൾക്ക് മെല്ലെ നടക്കാം. അധികം വെയിൽ ഒന്നും ആയിട്ടില്ല. ചെറിയ കുളിരും തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് അവന് ആ നടത്തം ഇഷ്ടമായിരുന്നു. ഒരു മെറൂൺ കളർ ചുരിദാർ ആണ് അവൾ ധരിച്ചിരിക്കുന്നത്. ഈറൻമുടിയുടെ തുമ്പ് കെട്ടിയിട്ടുകൊണ്ട് തുളസിക്കതിരും ചൂടി മുന്നേ നടക്കുന്ന പ്രിയെ നിരഞ്ജൻ ഇടയ്ക്കെല്ലാം പാളിപ്പാളി നോക്കി. അല്ല, ഇതാരും പ്രിയമോളോ? സുഖമാണോ കുട്ടി നിനക്ക്? അമ്പലത്തിൽ പൂവ് കെട്ടിക്കൊണ്ടിരുന്ന വാത്സര്യ അവളെ കണ്ടതും ഉറക്കെ ചോദിച്ചു. പൂവ് സുഖം. അവൾ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. തുളസിമാല മേടിച്ചുകൊണ്ട് അവരോടും തിരികെ ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും തിടപ്പള്ളിയിൽ നിന്നും തിരുമേനിയും ഇറങ്ങി വന്നു. പ്രിയയാണെങ്കിൽ നിരഞ്ജന അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ വലിയവൻ ആണെന്ന് ഈ കുട്ടിയെ അങ്ങനെ ഒന്നും കൈവിടാൻ ഭഗവാന് സാധിക്കില്ല. അതല്ല ഏറ്റവും നല്ലൊരു ബന്ധം തന്നെ ചേർത്തു കൊടുത്തേ. നിരഞ്ജനെ നോക്കി തിരുമേനി പറഞ്ഞു. അത് കേട്ടതും വേദനയോടെ കൂടി മന്ദസിക്കുന്ന പ്രിയക്കാങ്കെ അവൻ്റെ ഉള്ളിലും നൊമ്പരം പടർന്നു. അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ പ്രിയ അവളുടെ നൃത്തവിദ്യാലയം നിരഞ്ജന് കാണിച്ചു കൊടുത്തു. ഏട്ടാ, ഇവിടെ ഉള്ള കുറച്ച് കുട്ടികൾക്ക് ഞാൻ നൃത്തം പഠിപ്പിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ദേ ആ കാണുന്ന ശിവരഞ്ജിനി എന്നെഴുതിയ ബോർഡ് കണ്ടോ? അവിടെ ആയിരുന്നു ക്ലാസ് എടുക്കുന്നത്. അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് അവൻ നോക്കി. അപ്പോൾ ആണ് അവൻ അറിയുന്നത് പോലും പ്രിയ ഒരു ഡാൻസർ ആണെന്ന്. ഏട്ടാ, ഈ ആൽമര തണലിൽ ഒന്ന് വിശ്രമിക്കാമോ? ഞാൻ ഇപ്പോൾ വരാം, ഒരു 10 മിനിറ്റ് കേട്ടോ. അവൻ്റെ അനുവാദം ലഭിച്ചതും പ്രിയ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി. അവിടുത്തെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു പ്രിയ.
നാണിയമ്മയും നിരഞ്ജനും തമ്മിൽ അപ്പോൾ സംസാരിക്കുമായിരുന്നു. ഈ അനാഥ കുട്ടിയെ കൈവിടല്ല മോനെ. നാണിയമ്മ പറയുന്നത് കേട്ട് അവരെ തുറച്ചു നോക്കി. അനാഥയോ? ആരാപ്പുരയുടെ കാര്യമാണോ പറയുന്നത്? അവൻ ചോദിച്ചു. അതേ മോനെ, മോനിതൊന്നും അറിയില്ലേ? ഇല്ല അമ്മൂമ്മേ, എൻ്റെ കുട്ടി ആരുമില്ലാത്തവളാണ്. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ പോയി മോനെ. പിന്നെ ഈ ദേവൻ്റെ വീട്ടിലായിരുന്നു. ഒരു വേലക്കാരിക്ക് കൊടുക്കേണ്ട പരിഗണന പോലും എൻ്റെ കുട്ടികളുടെ ചെറിയമ്മയും മക്കളും കൊടുത്തിട്ടില്ല. മോൻ്റെ കയ്യിൽ ദേവൻ അവളെ ഏൽപ്പിക്കുന്നത് വരെ ലോകത്താരും അനുഭവിക്കാത്ത നരകയാതനകൾ ആണ് ആ കുട്ടി സഹിച്ചത് മുഴുവൻ. ആ മീര ഉണ്ടല്ലോ, അവൾ ഒരു രക്ഷയായിരുന്നു. പാവം പ്രിയമോൾ അവളെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. കുഞ്ഞുനാളെ മുതൽ എൻ്റെ പ്രിയമോൾ ആ മുറ്റിൽ കിടന്ന് എരിഞ്ഞടങ്ങുന്നത് ഈ മുത്തശ്ശി എത്രയോ തവണ കണ്ടു മോനെ. അതിന് തൻ്റെ സങ്കടം പറയാൻ പോലും ഈ ലോകത്താരും ഇല്ലായിരുന്നു. ഒടുവിൽ എൻ്റെ കുട്ടി മനസ്സ് തുറന്ന് ചിരിച്ചത് എന്നാണെന്നറിയാമോ? മോനുമായി ഉള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞു അമ്മൂമ്മേ, ഈശ്വരൻ എനിക്കായി ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു എന്ന്. അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവൾ ചിരിച്ചു. ഒരുപാട് സംസാരിച്ചു സന്തോഷത്തോടു കൂടി. ഒരിക്കലും അവളുടെ കണ്ണിൽ നിന്ന് ഇനി കണ്ണുനീർ വരരുത് മോനെ. അതുമാത്രമുള്ളൂ എൻ്റെ മോനോട് ഈ അമ്മൂമ്മക്ക് പറയുവാനും. ഒരു യുഗം മുഴുവൻ കരഞ്ഞു തീർത്തതാണ് എൻ്റെ കുട്ടി. പാവം ആണ് എൻ്റെ കുട്ടി. മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവൾ ആണ്. അതിനുവേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെക്കും. അത്രക്ക് അവളാണ്. നാണിയമ്മ അവളുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ അവന് കണ്ണു നിറഞ്ഞു വന്നു. ഈശ്വര, ഈ പാവം പെൺകുട്ടി ഇനിയും ഈ ദുരിതത്തിലേക്ക്. മീര എന്ന സ്ത്രീയുടെ ഉപദ്രവം സഹിക്കുന്നതിൽ അപ്പുറമായിരുന്നു അവൾക്ക്. ഇടുങ്ങിയ മുറിയിൽ അവൾ കിടന്നതല്ല, മീര കിടത്തിയതാണെന്ന് അവന് മനസ്സിലായി. പാവത്തിനെ തൻ്റെ അമ്മയും ബാക്കി എല്ലാവരും ചേർന്ന് ചതിച്ചല്ലോ എന്നോർത്തപ്പോൾ അവന് കലശലായ ദേഷ്യം വന്നു. ഇവളുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ തനിക്കിപ്പോൾ കഴിയൂ എന്നവൻ ഓർത്തു.